السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയെ കാണലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണലും അല്ലേ, അതിനകത്ത് കുറേ അന്ധവിശ്വാസങ്ങളും ഈ പറഞ്ഞ പോലെ തൗഹീദിനെതിരെ പോകാൻ ചാൻസ് ഉള്ള പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുള്ളതും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അടുത്തത് നമ്മുടെ നാടുകളിൽ ഒരു പക്ഷേ ഇപ്പം ഈ ക്ലാസ്സിൽ കേൾക്കുന്നവർക്കായിക്കൊള്ളുന്നില്ല, എന്നാലും നമ്മുടെ നാടുകളിൽ നടക്കുന്ന തൗഹീദിനെതിരെയുള്ള ഒരു പ്രാക്ടീസാണ് ഔലിയ ആരാധന അല്ലേ. ചിലരെ വിശുദ്ധന്മാരാക്കി വെച്ചിട്ട് അവരിലൂടെയുള്ള ഇബാദത്തുകളും ആരാധനകളും അങ്ങനെ തൗഹീദിനെതിരെ പോകുന്ന ഒരു സാഹചര്യം. അപ്പം ഇൻഷാ അല്ലാഹ് ഈ മൊഡ്യൂളിൽ നമ്മൾ ഇതാണ് കവർ ചെയ്യുന്നുണ്ടാവുക. മെയിനായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ അല്ലെങ്കിൽ ഔലിയ ആരാധന, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രീതി, തഖ്വ റിലേറ്റഡ് വിഷയങ്ങളാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം മനുഷ്യന്മാരുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ് ചിലരെ വേറെ ചിലരെക്കാൾ മേലെ കാണുക എന്നുള്ളത്. ഒക്കെ നമ്മുടെ നേച്ചറിലുള്ളതാണ്. നമ്മൾ ചില ആളുകളെ അവരെന്തോ ഒക്കെ ഭയങ്കര ഹൈ ലെവലാണെന്ന് തോന്നലും അങ്ങനെ കാണലും, അവരെ കുറച്ചൊരു ഉയർന്ന ലെവലിൽ തന്നെ വെച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുക, അങ്ങനെ സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കുക ചെയ്യാതെ അങ്ങനെയുള്ള ഏതെങ്കിലും പല റീസൺസ് ഉണ്ടാവും. ഓരോരുത്തർക്ക് അതിന് ഓരോ റീസണാണ്. ദീനിൽ നമുക്ക് ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് അവരാണ് കൂടുതൽ അടുത്തിരിക്കുന്നതെന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ അത് നേച്ചറിന്റെ ഭാഗമാണ് മനുഷ്യന്റെ. നാച്ചുറലി അങ്ങനെ ഏതൊരു ഗ്രൂപ്പിലാണെങ്കിലും ഏത് കൗമിലാണെങ്കിലും ചില ആളുകൾ ഒരു വലിയൊരു എസ്റ്റീമിൽ കണ്ടിട്ട് അവരെ ഫോളോ ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവരെ പോലെ ആവാനുള്ള ഒരു പൂതി, അങ്ങനെയുള്ള ഒരു സിസ്റ്റം, അത് മനുഷ്യന്റെ നേച്ചറിന്റെ ഭാഗമാണ്. ഇത് ഈ ഒരു കാര്യം നോക്കുമ്പം അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ ചിലരെ, അതായത് ഇങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അത് പ്രകൃതി വിരുദ്ധമായ ഒരു തോന്നലൊന്നുമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിസ്റ്റവും അത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ചില ആളുകളെ വേറെ ചില ആളുകളെക്കാൾ മേലെയാക്കിയിട്ട് ശ്രേഷ്ഠരാക്കിയിട്ട് പല വഴിയിൽ പല കാരണങ്ങളിൽ അല്ലെങ്കിൽ പല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചില മനുഷ്യരെ വേറെ ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിന് തെളിവുകളും ഉണ്ട്, ഖുർആനിലും സുന്നത്തിലും ഒക്കെ തെളിവുകളും ഉണ്ട്. അപ്പം ആ ഒരു സിസ്റ്റം ഭൂമിയിലുള്ളത് കൊണ്ട് തന്നെയാണ് മനുഷ്യർക്കും അങ്ങനെ ചിലര് വേറെ ചിലരെക്കാൾ ഉന്നതരായിട്ടും ഒക്കെ തോന്നുന്നത്. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ഒരാളെ വേറൊരാളെക്കാൾ മേലെ ആക്കിയിട്ടുള്ളതിന്റെ തെളിവുകളും ഉദാഹരണങ്ങളും നോക്കുമ്പം ഖുർആനിൽ ഇപ്പം ഏറ്റവും ആദ്യത്തെ ഒരു ഉദാഹരണമാണ് പുരുഷനെ സ്ത്രീയേക്കാൾ സാമൂഹികമായിട്ട് ഒരു ഉയർന്ന ലെവലിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല വെച്ചിട്ടുള്ളത്. സൂറത്ത് നിസാഇൽ 34-ാമത്തെ ആയത്ത്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. പുരുഷന്മാർ സ്ത്രീകളുടെ നാഥന്മാരാണ്. ഓക്കെ, ഖവ്വാമൂനാണ്. അള്ളാഹു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റുള്ളവരെക്കാൾ കഴിവ് കൊടുത്തതിനാലും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ ഈ ഒരു വ്യത്യാസത്തോടു കൂടി തന്നെയാണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു കൂട്ടര് വേറൊരു കൂട്ടരെക്കാൾ ലേശം ഉയർന്നതായിട്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. പല കാരണങ്ങൾ ഓരോന്നും നമുക്ക് നോക്കാം. എന്തൊക്കെ രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യനെ വേറെ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാക്കി അല്ലെങ്കിൽ ശ്രേഷ്ഠനാക്കി സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം തന്നെ, അതായത് പുരുഷൻ സ്ത്രീയേക്കാൾ മേലെ എന്ന് പറയുമ്പോൾ സൂറത്ത് ബഖറയിലെ 228-ാമത്തെ ആയത്തിൽ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ. സ്ത്രീകൾക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ ന്യായമായ അവകാശങ്ങളുമുണ്ട്, എന്നാൽ പുരുഷന്മാർക്ക് അവരെക്കാൾ ഒരു പദവി കൂടുതലുണ്ട്. ഓക്കെ, അപ്പം സ്ത്രീ പുരുഷന്മാരുടെ കാര്യത്തിലുള്ള ആ ഒരു ശ്രേഷ്ഠതയിലുള്ള വ്യത്യാസം. ഇനി ചില പുരുഷന്മാരുടെ ഇടയിൽ തന്നെ ചില പുരുഷന്മാര് വേറെ പുരുഷന്മാരെക്കാൾ, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെ ചിലരെ വേറെ ചിലരെക്കാളും സാമ്പത്തികമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഉയർന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സൂറത്ത് നഹ്ലിൽ 71-ാമത്തെ ആയത്തിൽ വല്ലാഹു ഫദ്ദല ബഅദകും അലാ ബഅദിൻ ഫിർ റിസ്ഖ്.
ആഹാര കാര്യത്തിൽ അല്ലെങ്കിൽ റിസ്ഖിന്റെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളിൽ ചിലരെ മറ്റു ചിലരേക്കാൾ മികവുറ്റതാക്കിയിരിക്കുന്നു. ഓക്കെ, അത് റിസ്ഖിന്റെ കാര്യത്തിൽ സാമ്പത്തികമായിട്ട്. ഇനി സമൂഹത്തെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ശ്രേഷ്ഠമാക്കിയതുണ്ട് അല്ലെ. നമുക്കറിയാം ബനു ഇസ്രായേലിനെ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുത്ത പ്രവാചകന്മാരെ വെച്ച് നോക്കുമ്പോഴും അവർക്ക് കൊടുത്ത ഹിദായത്തിന്റെ ഗ്രന്ഥങ്ങളെ വെച്ച് നോക്കുമ്പോഴും അവരെ അള്ളാഹു സുബ്ഹാനഹു തആല മറ്റ് സമൂഹങ്ങളെക്കാൾ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ടായിരുന്നു. യാ ബനി ഇസ്രായീൽ അദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക, നിങ്ങളെ മറ്റാരെക്കാളും ഞാൻ എന്താക്കി, ഫദ്ദൽതുകും ശ്രേഷ്ഠരാക്കി അല്ലെ. അപ്പൊ അത് അപ്രകാരം അള്ളാഹു സുബ്ഹാനഹു തആല സമൂഹങ്ങളെയും ഒന്നിനു മേലെ വേറൊന്നായിട്ട് ഒരു കൂട്ടർക്ക് മേലെ ശ്രേഷ്ഠമായിട്ട് വേറൊരു കൂട്ടരെ ശ്രേഷ്ഠമാക്കിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി പ്രവാചകന്മാരെ സുബ്ഹാനല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല മൊത്തം മനുഷ്യരാശിക്ക് സാധാരണ മനുഷ്യരെക്കാൾ മേലെയായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലെ. കാരണം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വഹി കൊടുത്തിട്ടും ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടും ഒക്കെ പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു തആല ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. ഇനി പ്രവാചകന്മാരിൽ തന്നെ ചിലരെ മറ്റു ചിലരെക്കാൾ അള്ളാഹു സുബ്ഹാനഹു തആല ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. സൂറത്തു ബഖറയിൽ 253-ാമത്തെ ആയത്ത്, തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. ആ ദൈവദൂതന്മാരിൽ ചിലരെ നാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു കൂട്ടർക്ക് കൊടുത്ത അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കൂട്ടർക്ക് കൊടുത്ത പ്രത്യേക അനുഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കരുത് അല്ലെ. അത് കണ്ട് അസൂയപ്പെടരുത്, അല്ലെങ്കിൽ എനിക്കതില്ലല്ലോ എന്നുള്ള ചിന്ത വരരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തു നിസായിൽ തന്നെ 32-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. അള്ളാഹു നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ ചില അനുഗ്രഹങ്ങൾ കൂടുതലായി നൽകിയിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് നിങ്ങൾ ആഗ്രഹിക്കരുത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് അതിനോട് മോഹം തോന്നരുത്. കാരണം ഈ ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹു ആ മനുഷ്യന്മാർ ആർക്കാണോ അള്ളാഹു എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് അവരുടെ മേലെ ചെലുത്തുന്ന എക്സ്ട്രാ പരീക്ഷണങ്ങളാണ്, ഉത്തരവാദിത്തങ്ങളാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മളെപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, അതുകൊണ്ട് നമ്മളെ ചോദ്യം ചെയ്യപ്പെടും. സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത ഒരു കാര്യവും ഏതൊരു മനുഷ്യനും എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യവും അവന്റെ കഠിനാധ്വാനത്തിന്റെ പ്രയത്നം അല്ല, റിസൾട്ട് അല്ല അത് അല്ലെ. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ യാതൊരു മാർഗവും ഇല്ല. അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകാൻ പോണില്ല. പക്ഷെ നമ്മൾ അതിന് അക്കൗണ്ടബിൾ ആണ്. അള്ളാഹു സുബ്ഹാനഹു തആല എന്തെങ്കിലും അധികം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് അള്ളാഹു അതിനെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും അല്ലേ. പണക്കാരൻ പാവപ്പെട്ടവനേക്കാൾ 500 വർഷം കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അവന് അത്രയും വലിയ അക്കൗണ്ട് കൊടുക്കാനുണ്ട് അവിടെ. ഓരോ അണപ്പായി അവൻ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ തെളിവ് അവിടെ കൊടുക്കാനുണ്ട്. ഇൽമ നേടിയവനടുത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കൂലേ, നിന്റെ ഇൽമ കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കഴിവല്ല, നമ്മളെ അധ്വാനം കൊണ്ട് നമ്മൾ ഭയങ്കര സംഭവമായതുകൊണ്ട് തന്നതല്ല, അള്ളാഹു സുബ്ഹാനഹു തആല തെരഞ്ഞെടുത്തതാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് എന്തിനുള്ളതാണ്? ഉത്തരവാദിത്തത്തിനുള്ളതാണ്. ഓരോ കാര്യവും തന്നതിനനുസരിച്ച് നമുക്ക് ഉത്തരവാദിത്തം ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് അല്ലെ. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, അതാണ് അള്ളാഹുവിന്റെ നിങ്ങളുടെ മേലുള്ള അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാ മനുഷ്യന്മാരും വേറെ മനുഷ്യന്മാരെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരാൾക്ക് മേലെ എന്തെങ്കിലും, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരിക്കും, വേറൊരാൾക്ക് മേലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ, നമുക്ക് എന്താണോ എക്സ്ട്രാ കിട്ടിയിട്ടുള്ളത് അതിന്റെ ഉത്തരവാദിത്വം നമ്മളുടെ കയ്യിലുണ്ട്. മാത്രമല്ല അതുകൊണ്ട് നമ്മൾ അക്കൗണ്ടബിൾ ആണ്, നമ്മളടുത്ത് ചോദിക്കുക തന്നെ ചെയ്യും.
ഇപ്പൊ നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരുടെ ഇടയിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഇപ്പം അല്ലെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ഇസ്ലാമിക ദാവയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവരുടെ ഇടയിൽ പോലും നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും അല്ലെ. ചിലർ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് ആളുകളൊക്കെ കൂട്ടി എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ നടത്താനുള്ള മികവ് ചിലർക്ക് കൂടുതലായിരിക്കും. ചിലർക്ക് പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള കഴിവ് ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് നല്ല രീതിയിൽ സംസാരിച്ച ആളുകളെ പിടിച്ചു നിർത്താനും അവർക്ക് കാര്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളിക്കാനും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും സഹായിക്കാൻ പറ്റുന്നവരൊക്കെ. ചിലർക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. ചിലരുടെ സംസാരം കേട്ടാൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കര സമാധാനം തോന്നുന്ന ഇതുണ്ടാവും അല്ലെ. അപ്പം ഓരോരുത്തർക്കും ചിലർക്ക് ആളുകളെ കൊണ്ട് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള കഴിവുണ്ടാവും അല്ലെ. അങ്ങനെ പല രീതിയിലുള്ള കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനുഷ്യന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഈ ഓരോ കഴിവുകളും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് ഈ കഴിവെന്ന് പറയുമ്പോൾ എല്ലാം അതിനകത്ത് പെട്ടു കേട്ടോ. സാമ്പത്തികമായിട്ട് അധികം തന്നതും അതിനകത്ത് പെട്ടു. മതപരമായിട്ടുള്ള തൗഫീഖ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് അല്ലെങ്കിൽ നമുക്കൊരു ഹംദ് പോലെ അള്ളാഹ്ക്ക് പറയാൻ പറ്റുമോ അല്ലെ. അപ്പം അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും ഒരുപാട് ഇൽമ നേടാനും ആ ഇൽമുകളെ അമലാക്കി മാറ്റാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മളെ അടുത്ത് നിന്ന് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് ഉപയോഗിച്ച് അള്ളാഹ് തന്ന തൗഫീഖ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലോ എനിക്കതില്ലല്ലോ എന്ന് വിചാരിച്ച് മറ്റുള്ളവരിലേക്ക് നോക്കലല്ല, പകരം നമ്മളെ കയ്യിൽ കിട്ടിയത് എന്താണോ അതിനു കൊണ്ടുള്ള ഉത്തരവാദിത്വം നിറവേറലാണ് നമുക്ക് ഏത് സമയത്തും ചെയ്യാനുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്ക് തന്നത് കൊണ്ടുള്ള ഉത്തരവാദിത്വം ഒരുപക്ഷെ സുബ്ഹാനല്ലാഹ് നമ്മളൊക്കെ ഒരു ആയുസ് മുഴുവനും കൊണ്ട് ചെയ്താലും തീരാത്ത അത്ര ഉണ്ടാവും. സുബ്ഹാനല്ലാഹ് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമ്മളെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ? എത്ര ഹെവി ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എവിടെയാണ് നമുക്ക് ഇല്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സാഹചര്യം? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസിനകത്ത് കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലും അൻ റഅയതിഹി. കാരണം നിങ്ങൾ എല്ലാവരും ഇടയന്മാരാണ് അല്ലെ. നിങ്ങളുടെ ഒരു ആ കൂട്ടത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഉത്തരവാദികളാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ ആ ഒരു ആട്ടിൻപറ്റത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പൊ നമ്മൾക്കൊക്കെ സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പല കഴിവുകളും അല്ലെ ദീനിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് പിന്നിൽ ഒരു സമൂഹമുണ്ട്, നമ്മുടെ പിന്നിൽ ഒരു കുടുംബമുണ്ട് അല്ലെ. എക്സ്റ്റെൻഡഡ് ഫാമിലിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ അയൽവാസികളുണ്ട് ചുറ്റുപാടും. ദീനിന്റെ എന്താന്ന് പോലും അതിന് മണം പോലും അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ നമ്മളൊക്കെ അക്കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമുക്ക് എന്തെങ്കിലും ഒന്നും ഇല്ലാത്തതിനെ കുറിച്ച് അതില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്നതിനേക്കാളും തന്നതിന് ഉത്തരവാദിത്തം നിറവേറാൻ ഒരുപാടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തന്ന ഫേവേഴ്സ് അതിന് നന്ദിയുള്ളവരാവുകയും അത് നീതിപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും അത് നമ്മൾ എത്തിക്കേണ്ടടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഉത്തരവാദിത്തങ്ങൾ നിറവേറുകയും ചെയ്താൽ തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ വിജയികളാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് തന്നെ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട ഒന്നാണ് എല്ലാ സൃഷ്ടികളെക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഏറ്റവും ഉത്തമരായി തെരഞ്ഞെടുത്തു എന്നുള്ളത് അല്ലേ. സുബ്ഹാനല്ലാഹ്. മലായികത്തിനേക്കാളും ശ്രേഷ്ഠരായിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ തെരഞ്ഞെടുത്തു. അത് നമ്മളെ മേലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്, അതേപോലെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഉത്തരവാദിത്തം കൺഫേം ചെയ്തതാണ് അല്ലേ. നിങ്ങളെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും പോണില്ല. നിങ്ങളെ ഞാൻ ശ്രേഷ്ഠരാക്കി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ഉത്തരവാദിത്തം കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഭൂമിയിലേക്ക് അയക്കുന്നത് അല്ലേ. കാരണം ആദം അലൈഹിസ്സലാമിന് മലായിക്കത്ത് സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ദീനിലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ സ്വീകരിക്കുക എന്നുള്ളത്, അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കംപ്ലീറ്റ് കീഴൊതുങ്ങുക എന്നുള്ള ഒരു പേഴ്സണൽ ഉത്തരവാദിത്തം അവിടെയുണ്ട് അല്ലെ. സ്വന്തം നിലയിലുള്ള ഉത്തരവാദിത്തം ഉണ്ട്. പിന്നെ എന്താണ്, ഒരു സാമൂഹികമായ ഉത്തരവാദിത്തമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ ലോകത്ത് നടപ്പിലാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ ഉണ്ട് അല്ലെ. സാമൂഹികമായിട്ടുള്ള ലോകം മുഴുവനും, കാരണം ഓരോരുത്തരും അവനവന്റെ ചുറ്റുപാടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലോകം മുഴുവനും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ എത്തിച്ചു കഴിഞ്ഞു. അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, നിലനിർത്തേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തോളും. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് അല്ലെ. നമ്മൾ കീഴൊതുങ്ങിയ ഈ റബ്ബിനെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്.
അപ്പം വിശ്വാസികൾ ഇതൊക്കെ പറഞ്ഞു വന്നത് എന്തിനാ? വിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാഴ്ചയില് ഒരു പടി മേലെയാണ് ആരെക്കാളും? അവിശ്വാസികളെക്കാളും. കാരണം എന്താ? നമ്മൾ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ്. സുബ്ഹാനല്ലാഹ്. ആർക്കെങ്കിലും എന്നെ കൊണ്ടൊന്നും പറ്റൂല, അല്ലെ, എനിക്ക് ആ കഴിവില്ല, എനിക്ക് ഈ കഴിവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, അള്ളാഹു സുബ്ഹാനഹു തആല വലിയൊരു ഉത്തരവാദിത്തം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു ശ്രേഷ്ഠതയും എനിക്ക് തന്നിട്ടുണ്ട്. എന്താണ് അവിടുത്തെ ശ്രേഷ്ഠത? വിശ്വാസിയായിരിക്കുക എന്നുള്ളത്, അല്ലേ? എന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വിശ്വാസിയായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ വരുന്ന വലിയൊരു ശ്രേഷ്ഠതയുണ്ട്, അല്ലേ? ലോകത്തെ മുഴുവൻ നമ്മൾ അഖീദയിൽ തന്നെ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോക ജനസംഖ്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട്, അതിനകത്ത് എത്ര ശതമാനം സലഫുകളുണ്ട്. അപ്പൊ അത്രയും ആളുകളുടെ മേലെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റൂല, എന്നെ ഒന്നിനും കൊള്ളൂല എന്ന് ചിന്ത വരുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് എല്ലാത്തിനും. നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന വെറും എസ്കേപ്പിസമാണ് ആ എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്നുള്ള ചിന്ത. കാരണം ഈ പറ്റുന്നതൊക്കെയും റബ്ബിന്റെ തൗഫീഖ. ആരെന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് റബ്ബിന്റെ തൗഫീഖ. റബ്ബ് ആ സഹായം നമുക്ക് തരാൻ വേണ്ടി തന്നെയാണ് നമ്മളെ ഉത്തരവാദിത്വം നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചത്. നമ്മൾ ആ ഉത്തരവാദിത്വം ചെയ്യാൻ വേണ്ടി ഇറങ്ങി റബ്ബിന്റെ അടുത്ത് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബ് എന്തായാലും തരും. അപ്പം നമ്മൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ്, അല്ലെ? വിശ്വാസം സ്വീകരിക്കുക വഴി. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ആലിമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് 110-ാമത്തെ ആയത്തില്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ലോക മനുഷ്യർക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും നല്ല സമുദായമാണ് നിങ്ങൾ. അത് നിങ്ങളെ സ്വന്തം സുഖത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെ? അള്ളാഹു എന്തിനാണ് ഈ ഉമ്മത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളത്? ലോകത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാ? ഞാന്, അല്ലെ, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയിലൊക്കെ കയറി കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ നല്ല രീതിയിൽ നോക്കി അവരെയൊക്കെ എത്തിക്കേണ്ട ഘട്ടത്തിൽ എത്തിച്ച് അതിനിടക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ കുറച്ച് പഠിച്ച് നിസ്കരിച്ച് ഉംറ ചെയ്ത് ഹജ്ജ് ചെയ്ത് എന്റെ ജീവിതം പരിപൂർണമായി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങളെ ഞാൻ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നത്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ സദാചാരം ആജ്ഞാപിക്കുകയും ദുരാചാരം വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തിനാ നമ്മൾ അള്ളാഹ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഭയങ്കര തൃപ്തിയായി ജീവിച്ചു തീർത്തു എന്ന് പറയാനാണോ? നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തം എന്താ? നമ്മളെന്താ ഏറ്റവും സിമ്പിൾ ആയിട്ട്, അതായത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിക്കുന്ന കാര്യങ്ങളാണ് ഐഹികമായ എല്ലാ കാര്യങ്ങളും. നമ്മൾ റബ്ബിലേക്ക് ഓടുകയും റബ്ബിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവ് നമ്മുടെ പിന്നാലെ വരും. നമ്മളെ കുടുംബത്തിലെ കാര്യങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല ഈസിയാക്കി തരും. നമ്മൾ എന്താ ചെയ്യുന്നത്? അത്രയും അള്ളാഹ് ചെയ്തോളെന്ന് പറഞ്ഞ കാര്യം നമ്മൾ അങ്ങ് ഏറ്റെടുത്ത് അങ്ങ് ചെയ്ത് നമ്മൾ അതിനകത്തുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ തലയിൽ കയറ്റി അവിടെ വെച്ചിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം സൗകര്യപൂർവ്വം അങ്ങോട്ട് മറക്കാൻ, എന്നെ കൊണ്ട് അതിനുള്ള കഴിവില്ല എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആ ഉത്തരവാദിത്തം തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മൾക്ക് ആ ഒരു കഴിവോടുകൂടി, ആ ശ്രേഷ്ഠതയോട് കൂടിയാണ് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. പ്ലസ് ആർക്കെങ്കിലും അതിനുള്ള കഴിവുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന തൗഫീഖോട് കൂടിയാണ് അവരത് ചെയ്യുന്നത്. ആ തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടാനുള്ള അർഹത കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ വിശ്വാസികളാക്കി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒളിച്ചോടാൻ യാതൊരു മാർഗവും നമുക്ക് ആർക്കും ഇല്ല. ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ പല 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 ലെവല് ശ്രേഷ്ഠതകൾ കണ്ടു, അല്ലെ? പുരുഷന്മാരുടെ മേലെ, അല്ല, സ്ത്രീകളുടെ മേലെ പുരുഷന്മാർക്കുള്ളത്, മറ്റു സമൂഹങ്ങളുടെ മേലെ ബനൂ ഇസ്രായേലിനുള്ളത്, പിന്നെ മറ്റു മനുഷ്യന്മാരുടെ മേലെ പ്രവാചകന്മാർക്കുള്ളത്, ഇനി സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ ചിലർക്ക് മറ്റു ചിലരെക്കാളുള്ളത്, പ്രവാചകന്മാരുടെ ഇടയിൽ തന്നെ ചിലർക്ക് കൂടുതലുള്ളത്, അതുപോലെ മനുഷ്യരാശിക്ക്, അല്ലെ, മറ്റു സൃഷ്ടികളെക്കാളും മേലെയുള്ളത്, അതിനകത്ത് വിശ്വാസികൾക്ക് അവിശ്വാസികളുടെ മേലെയുള്ളത്. ഇനി വിശ്വാസികളിൽ തന്നെ ചിലരേക്കാൾ ശ്രേഷ്ഠമാണ്. അതാണ് ആക്ച്വലി നമ്മളുടെ ഇന്നത്തെ വിഷയം. ഓക്കെ. വിശ്വാസികളിൽ തന്നെ ചിലരേക്കാൾ ശ്രേഷ്ഠമാണ്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഈ പറഞ്ഞ പല കാര്യങ്ങളും നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു തെരഞ്ഞെടുത്ത് അള്ളാഹു അനുഗ്രഹമായിട്ട് തന്നിട്ടുള്ളതാണ്. അതിന്റെ കൂടെ നമുക്ക് ഉത്തരവാദിത്തം ഉള്ള കാര്യമാണ് ഇത്രയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ഓക്കെ. ഇനി
ഈവൻ നമ്മൾ ഒരു പുരുഷന് സ്ത്രീയേക്കാൾ ശ്രേഷ്ഠത കൊടുക്കുമ്പം അവിടെ പോലും നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്ക് എത്ര വലിയ ഉത്തരവാദിത്തമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ അവിടെ സംരക്ഷിച്ചിട്ടുണ്ട് ആ ഉത്തരവാദിത്തം നമുക്ക് തരാത്തിടത്ത്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യലായിട്ട് തെരഞ്ഞെടുത്ത ഓരോ ശ്രേഷ്ഠതയ്ക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിശ്വാസികളിൽ ചില വിശ്വാസികൾക്ക് മറ്റു വിശ്വാസികളെക്കാൾ മേലെയുള്ള ഒരു ശ്രേഷ്ഠത, അതിനെക്കുറിച്ച്. ആ ശ്രേഷ്ഠതയുടെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ അത് അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അവർ ഓരോരുത്തരും അധ്വാനിക്കുന്നതിന്റെ ഫലമാണ് വിശ്വാസികളിൽ ചിലര് മറ്റു ചിലരെക്കാൾ മേലെയാകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പറഞ്ഞ ശ്രേഷ്ഠതയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചാൻസ് അവിടെ ഓപ്പൺ ആണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാവർക്കും ചെയ്യാലോ അല്ലെ ആ പരിശ്രമം. ഈ പരിശ്രമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ശ്രേഷ്ഠത എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിന്റെ ആഴം, അതിന്റെ ഡെപ്ത്, ഓക്കെ, അതിന്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് ഈ ശ്രേഷ്ഠത വരുന്നത്. നമ്മൾ എത്രത്തോളം ഈമാനുള്ളവരാണോ അത്രത്തോളം നമ്മൾ വിശ്വാസികളിൽ തന്നെ മേലെ 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 ആകാൻ നമ്മളെ കൊണ്ട് പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്രകാരം നമ്മൾ ഒരു വിശ്വാസിയായി ഈമാനോട് കൂടി ജീവിക്കുന്ന ആൾക്ക് എന്തായിരിക്കും? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മൾ സ്വയം നമ്മുടെ ചുറ്റുപാടും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. എന്ത്? ഒരു പടച്ചട്ട പോലെ. എന്താണ്? അള്ളാഹുവിന് അതൃപ്തിയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതും അള്ളാഹുവിന് തൃപ്തിയുള്ളത് മാത്രം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സംഭവം. എന്താണത്? തഖ്വ അല്ലേ? അപ്പം ശരിയായ ഈമാൻ ഉണ്ട്. ഈമാന്റെ മേലെ നമ്മൾ വീണ്ടും വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെറ്റർ ആക്കണം, ബെറ്റർ ആക്കണം, ബെറ്റർ ആക്കണം. നമ്മൾ ഈമാൻ എത്രത്തോളം ബെറ്റർ ആക്കുന്നോ അത്രത്തോളം നമ്മുടെ നമ്മൾ നമുക്ക് ചുറ്റും പണിയുന്ന ആ ഒരു പടച്ചട്ടയായ തഖ്വയും സ്ട്രോങ് ആയിട്ട് വരും. അള്ളാഹ്ക്ക് അതൃപ്തിയുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കും. അള്ളാഹിന്റെ തൃപ്തി എന്താണെന്ന് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് അത് ചെയ്യുകയും ചെയ്യും. ഈ തഖ്വ എന്ന് പറയുന്ന വാക്കിന് നമുക്കറിയാം പല രീതിയിൽ നമ്മൾ അർത്ഥങ്ങൾ കൊടുക്കാറുണ്ട് അല്ലെ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, ബോധം, അല്ലെങ്കിൽ എന്താ പറയാ സൂക്ഷ്മത, അങ്ങനെ പല പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് അതിന്റെ ശരിക്കും ആഴവും സാങ്കേതികമായ അർത്ഥമൊക്കെ നമ്മൾ തഫ്സീർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതുമാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം സാങ്കേതികമായി പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത ഒരു കാര്യവും ചെയ്യാതിരിക്കുകയും അള്ളാഹിന്റെ തൃപ്തി എന്താണെന്ന് അറിഞ്ഞിട്ട് അത്തരം കാര്യങ്ങൾ പരമാവധി ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് തഖ്വയുള്ളവർ. അത് ഈമാന്റെ അല്ലെ, ഈമാനാണ് അതിന്റെ ബേസ്. ഈമാൻ കൂടുന്തോറും കൂടുതൽ കൂടുതൽ തഖ്വയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം തഖ്വയുടെ ഈ ശ്രേഷ്ഠത അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. സൂറത്ത് ഹുജറാത്തിൽ 13-ാമത്തെ ആയത്ത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, അക്രമക്കും, കരീം, അതിന്റെ സൂപ്പർലേറ്റീവ് ആണ്, ടോപ്പ് ആയിട്ടുള്ള റെസ്പെക്ട് അർഹിക്കുന്ന ആളാണ്. എന്ത്? അക്രം എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും അക്രമായിട്ടുള്ള ആൾ അള്ളാഹുവിന്റെ അടുക്കൽ ആരാണ്? അത്ഖാക്കും, ഏറ്റവും സൂക്ഷ്മതയുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്താണ് അല്ലെ? അവിടെ നമുക്ക് യാതൊരു പങ്കുമില്ല. ആ ശ്രേഷ്ഠതകളൊക്കെ അള്ളാഹ് കൊടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മളെ കൊണ്ട് പറ്റും. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ കണ്ണിലെ മുമ്പിൽ റെസ്പെക്റ്റബിൾ ആവാൻ വേണ്ടിയിട്ട്, ആദരണീയനാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടായാൽ മതി? സൂക്ഷ്മത ഉണ്ടായാൽ മതി. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു വിശ്വാസിനെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ മറ്റുള്ളവരെക്കാൾ മേലെയാക്കുന്നത് ഒരേ ഒരു കാര്യമാണ് അവന്റെ തഖ്വ. ആ തഖ്വ കൊണ്ടാണ് ഒരു മനുഷ്യനെ വെറും ചിന്തിക്കുന്ന ഒരു മൃഗം അല്ലെ? മനുഷ്യനും മൃഗത്തിനും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്, ചിന്തിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ വെറും ഒരു ചിന്തിക്കുന്ന മൃഗത്തിൽ നിന്നും ഈ ഭൂമിയുടെ തന്നെ ഖലീഫയാക്കി മാറ്റുന്നത് അല്ലെ? ഖലീഫ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി എന്നും കൂടെയുള്ള അർത്ഥമുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഭൂമിയുടെ തന്നെ ഭരണാധികാരിയാക്കി മാറ്റുന്നത് എന്താണ്? തഖ്വയാണ്. സുബ്ഹാനല്ലാഹ്. ഭൂമിയുടെ ഭരണാധികാരി, തഖ്വയുള്ളവൻ ഭൂമിയുടെ ഭരണാധികാരി ആവുമ്പം അവൻ ഭൂമിയിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും അല്ലെ? അതുവഴി ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം തഖ്വയാണ് വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നത്. അപ്പം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ തഖ്വയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തഖ്വയും അതിന്റെ പല 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 വേർഷൻസും പല തവണ വാക്കുകൾ പല തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും വിശ്വാസിയായിട്ട് ജീവിക്കാൻ വേണ്ട ഒരു ഫോഴ്സ് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് തഖ്വയാണ് അല്ലെ? തഖ്വയില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, വിശ്വാസം എന്ന് പറയുന്നത് എന്തൊക്കെയോ നമ്മൾ പഠിച്ചു വെച്ച കുറച്ച് വാക്കുകളും അല്ലെ, കുറച്ച് ആചാരങ്ങളും, കുറച്ച് ഈ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യുന്ന പോലെ കുമ്പിടലും നീരലും ഒക്കെ ആയിട്ട് മാറും. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ പോലും ഒരു ഷോ ആയിട്ട് മാറും അല്ലെ? ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നിഫാഖിന്റെ അടയാളമായിട്ട് മാറും. സുബ്ഹാനല്ലാഹ്.
അപ്പം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കാര്യത്തിലും അല്ലെ തഖ്വ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തഖ്വയുള്ള വിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് എന്താണ് തൃപ്തിയുള്ളത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്ന് വെച്ചാൽ മനസ്സിലാക്കിയിട്ട് എല്ലാം ആയി എന്ന് പറഞ്ഞിട്ട് നിർത്തുകയല്ല, അവരത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്റെ റബ്ബിന് എന്താ തൃപ്തി, ആ കാര്യത്തിൽ എന്റെ റബ്ബിന് എന്താ തൃപ്തി, ഈ കാര്യത്തിൽ എന്റെ റബ്ബിന് എന്താ തൃപ്തി, അതിന് ഞാൻ എങ്ങനെ എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് അനുസരിച്ച് മാറാമെന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അറിഞ്ഞുകൊണ്ടേയിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അത് അവരെ അള്ളാഹുവിന്റെ സഹായത്തോടെ അല്ലെ വസ്തഈനു ബിസ്സബ്രി വസ്സലാ, അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി അവരത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ സഹായം അവർക്ക് കിട്ടുമ്പോൾ അവരത് വീണ്ടും കൂടുതൽ ചെയ്യും. എന്നിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. വീണ്ടും അള്ളാഹുവിന്റെ, അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്, ഒരു ചെയിൻ പ്രോസസ്സാണ്, നിർത്താൻ പറ്റാത്ത ഒരു പ്രോസസ്സാണ് അല്ലെ. തഖ്വയുള്ളവര് സുബ്ഹാനല്ലാഹ് അള്ളാഹുവിന്റെ കണ്ണിൽ ശ്രേഷ്ഠരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, 4 കാര്യങ്ങൾ പരിഗണിച്ചാണ് സാധാരണയായി സ്ത്രീകളെ വിവാഹം ചെയ്യാറുള്ളത്. അവളുടെ ധനം, കുലീനത്വം, സൗന്ദര്യം, ദീൻ അല്ലെ, മതനിഷ്ഠ. എന്നാൽ നീ വിവാഹം കഴിക്കേണ്ടത് ദീനുള്ളവളെയാണ്. നിന്റെ കൈകളിൽ മണ്ണായാലും, അതായത് നീ ഇത്തിരി അതിനു വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടാലും നീ ദീനുള്ളവളെയാണ് വിവാഹം ചെയ്യേണ്ടത്. അപ്പം അവൾ എത്ര റിച്ച് ആണെങ്കിലും അല്ലെ, എത്ര ബ്യൂട്ടിഫുൾ ആണെങ്കിലും, ഇനി എത്ര വലിയ കുലീനമായ തറവാട്ടിൽ പിറന്നതാണെങ്കിലും അവള് ശരിയായ തഖ്വയുള്ള ദീനുള്ള സ്ത്രീ അല്ലെങ്കിൽ അവള് ഒരു പടി താഴെയാണ്. ആരെക്കാളും? കാണാൻ ഭംഗിയില്ലാത്ത, ദരിദ്രയായ, വലിയ പേര് കേട്ട തറവാട്ടിലല്ലാത്ത ജനിച്ച എന്ന തഖ്വയുള്ള ഒരു സ്ത്രീയേക്കാൾ താഴെയായിരിക്കും ഈ പറഞ്ഞ എന്തുണ്ടെങ്കിലും അല്ലെ, ഭംഗിയുണ്ടെങ്കിലും, സാമ്പത്തികം ഉണ്ടെങ്കിലും, തറവാടുണ്ടെങ്കിലും, ദീൻ കുറവാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്. അതേപോലെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നിവേദനം ചെയ്തിട്ടുള്ള മറ്റൊരു ഹദീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ദീനും സ്വഭാവവും തൃപ്തികരമായ നിലയിൽ ഒരാൾ വിവാഹം അന്വേഷിച്ചു വന്നാൽ നിങ്ങൾ അവന് വിവാഹം ചെയ്തു കൊടുക്കുക, അല്ലാത്ത പക്ഷം ഭൂമിയിൽ വ്യാപകമായ തോതിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. സഹീഹ് ജാമിഅ. സുബ്ഹാനല്ലാഹ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സാഹചര്യങ്ങളിൽ, വേറൊരു ഹദീസിൽ അബൂ ദർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു കറുത്ത സ്ത്രീയുടെ അല്ലെ, ആ ഒരു റേസിസം ഉള്ള സംഭവം, ഒരു കറുത്ത സ്ത്രീയുടെ മകൻ എന്ന് പറഞ്ഞ് ചെറിയ തോതിൽ അധിക്ഷേപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിശ്ചയമായും നീ എന്താണ് ഒരു കറുത്തതോ അല്ലെങ്കിൽ ബ്രൗണോ ആയിട്ടുള്ള ഒരു മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമല്ല. എങ്ങനെയാണെങ്കിലും അല്ലാതെ നീ അവരെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാതെ. അതായത് ഒരാളെ ശ്രേഷ്ഠമാക്കുന്നത് അവൻ അത്രത്തോളം അള്ളാഹുവിനെ ഭയപ്പെടുന്നു, എത്രത്തോളം തഖ്വ ഉണ്ടാവുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അബ്ദുല്ലാഹിബ്നു അംർ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു തഖ്വ എന്ന് പറയുന്ന കാര്യമാണ് മനുഷ്യരെ ശ്രേഷ്ഠമാക്കുന്നതെന്നുള്ള ആ ഒരു ചിന്ത പല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലൂടെ സ്ഥാപിച്ചിട്ടുള്ള കാര്യമാണ്. ഈവൻ വിടവാങ്ങൽ ഖുതുബയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് കൊടുത്ത ഖുതുബയിൽ പോലും തഖ്വയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഒരാൾക്ക് തഖ്വയുള്ള ആളാണോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് അടുത്ത ആളാണെന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം തഖ്വയുടെ സീറ്റ് എന്ന് പറയുന്നത് അല്ലെ, തഖ്വ ഇരിക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഒരാളെ കണ്ടിട്ട് ഇയാൾ അള്ളാഹിന്റെ അടുത്ത് ഭയങ്കര അടുത്തതാണ്, അപ്പൊ ഇയാൾ വഴി കാര്യങ്ങൾ പോട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റൂല. അത് അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലെ. ഒരുപക്ഷെ നമുക്ക് അവരുടെ പുറമേയുള്ള കർമ്മങ്ങൾ അല്ലെ, അവർ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ കണ്ടിട്ട് ഊഹിക്കാൻ പറ്റുമായിരിക്കും. അത് കറക്റ്റുമായിരിക്കാം, എന്നാൽ മിസ്ലീഡിങ്ങും ആയിരിക്കാം. കാരണം സുബ്ഹാനല്ലാഹ് നമ്മൾ തന്നെ കാണുന്നതാണ് അല്ലെ, ലോകത്ത് പല പല സംഭവങ്ങൾ സുബ്ഹാനല്ലാഹ് വളരെ വിശുദ്ധരാണെന്ന് നമ്മൾ വിചാരിച്ച ആളുകൾ പോലും വളരെ മോശപ്പെട്ട കാര്യങ്ങളിൽ പെട്ട് അല്ലെ, കേസും കാര്യങ്ങളും ഒക്കെ ആയി പോണത് നിങ്ങൾ വേൾഡ് ന്യൂസ് ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഇസ്ലാമിക് വേൾഡിൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഈ പുറമേ ഓരോരുത്തരുടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ ഭയങ്കര തഖ്വയുള്ളവരാണെന്നൊക്കെ വിചാരിക്കാൻ ഒരു മാർഗവും ഇല്ല. കാരണം ഇത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു സുബ്ഹാനഹു വതആല ഇതും വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ബഖറയില് 204 ആയത്തില് ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو الخصام. നമുക്ക് അടുത്ത ആയത്ത് പഠിക്കാനുള്ളതിലെ ചില മനുഷ്യരുണ്ട് ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ സംസാരം നിന്നിൽ കൗതുകമുണർത്തും. തങ്ങളുടെ ഉദ്ദേശശുദ്ധി ബോധ്യപ്പെടുത്താൻ അവർ അള്ളാഹുവെ സാക്ഷി നിർത്തും. വാസ്തവത്തിൽ അവർ സത്യത്തിന്റെ കൊടും വൈരികളത്രേ. അപ്പൊ പലരും അവരുടെ സംസാരം അവരുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സംഭവമാണ് ഇവരെന്നൊക്കെ തോന്നും. പക്ഷെ ഓരോരുത്തരുടെയും തഖ്വ അവരുടെ ഹൃദയത്തിലാണ്. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ചിലരല്ലേ പറയുമ്പോൾ പോലും ഞാൻ ആ സൂക്ഷ്മത കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്, എന്റെ സൂക്ഷ്മതയുടെ ലെവലാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, പല രീതിയിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ഒരാളെ ഇയാള് തഖ്വ ഭയങ്കര ഹൈ ലെവലാണ്, അപ്പം ഇയാള് സാധാരണക്കാരെക്കാൾ മേലെയാണ്, എന്നിട്ട് ഇയാളെ അങ്ങ് വിശുദ്ധനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചേക്കാം എന്ന് പറയാൻ യാതൊരു അവകാശവുമില്ല. അത് അനുവദനീയവുമല്ല. അതായത് സാധാരണക്കാർക്ക് എത്താവുന്നതിനേക്കാൾ മേലെയാണ്. സാധാരണ മനുഷ്യർക്ക് എത്തിച്ചേരാനാകാത്ത ഒരു പരിധിയിലേക്ക് പ്രത്യേകം വിശുദ്ധന്മാരെ പോലെ ചില ആളുകളെ നിയമിക്കുന്നത് മനുഷ്യർക്ക് അനുവദനീയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ സഹാബാക്കളില് ചിലർക്ക് നമുക്കറിയാം അല്ലെ, സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത കൊടുത്തിട്ടുണ്ട്. അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ തഖ്വയുള്ള ആളുകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞ ഓരോ കാര്യങ്ങളും വഹീനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അല്ലാണ്ട് സ്വന്തമായിട്ട് ഇയാളുടെ പ്രവർത്തനങ്ങളൊക്കെ കൊള്ളാം, ഇയാൾ നല്ല തഖ്വയുള്ള ആളാണെന്ന് വിചാരിച്ചിട്ടല്ല. അത് വഹീനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതിനൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്തുർ റിദ്വാൻ ആ ഒരു ഉടമ്പടിയുടെ സമയത്ത് പറയുന്നുണ്ട്, ലാ യുദ്ഖലു النار إن شاء الله من أصحاب الشجرة أحد الذين بايعوا تحتها. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ വൃക്ഷത്തിന്റെ ആളുകളിൽ പെട്ട ഒരാളും, അതായത് ഈ വൃക്ഷത്തിന്റെ ചോട്ടിൽ നിന്ന് ബൈഅത്ത് ചെയ്തവരായ ഒരാളും നരകത്തിൽ പ്രവേശിക്കുന്നതല്ല. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പോലും, അതായത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഈ ആളുകൾ എല്ലാവരും അള്ളാഹു ഉദ്ദേശിച്ചാല് എല്ലാവരും സ്വർഗത്തിന്റെ ആളുകളാണ് അല്ലെ, നരകത്തിൽ പ്രവേശിക്കുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലും ഖുർആനുള്ള ഒരു ആയത്തിനെ കൺഫേം ചെയ്തിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തോന്നിയതുപോലെ പറഞ്ഞതല്ല. സൂറത്ത് ഫത്ഹിലുള്ള ഒരു ആയത്ത്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അഷ്ശജറ, 18ാമത്തെ ആയത്ത്. മരച്ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് പ്രതിജ്ഞ ചെയ്ത വേളയിൽ ഉറപ്പായും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഒരാളെ കണ്ടിട്ട് ഇയാള് ഭയങ്കര തഖ്വയുള്ള ആളാണ്, ഇയാള് നരകത്തിൽ നിന്ന് മോചിക്കപ്പെടും അല്ലെങ്കിൽ ഇയാൾ സ്വർഗത്തിലാണെന്ന് പറയാൻ പറ്റൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ചിലര് സ്വർഗത്തിലേക്കാണെന്ന് ഉറപ്പിച്ച ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, ഇല്ല അയാള് നരകത്തിലാണ്. ഇങ്ങനെയാ പറഞ്ഞത്? വഹീ മൂലം, അല്ലാതെ സ്വന്തമായിട്ട് പറഞ്ഞതല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് അതെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ദിവസം ഖൈബർ യുദ്ധത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില സ്വഹാബാക്കള് വന്നു. അപ്പം പറയും ഇന്ന ആള് രക്തസാക്ഷിയാണ്, ഇന്ന ആള് രക്തസാക്ഷിയാണ്. അങ്ങനെ കുറെ ആൾക്കാർ പറയുമ്പോൾ ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഇല്ല ഒരു രക്ഷയില്ല, ഞാൻ അയാളെ നരകത്തിൽ കണ്ടിട്ടുണ്ട് എന്നല്ലേ. സുബ്ഹാനല്ലാഹ്. കാരണം എന്താണ്, അയാള് ഈ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ, അതിൽ നിന്ന് ഒരു വസ്ത്രം കളവായിട്ട്, അതായത് സത്യസന്ധമല്ലാതെ എടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നീ ഉമർ ഖത്താബെ നീ പോയിട്ട് ആളുകളെടുത്ത് അനൗൺസ് ചെയ്യും, 3 പ്രാവശ്യം വിശ്വാസികൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പം ഇവിടെ ഇയാൾ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറയാൻ പറ്റുന്നത് പോലും എന്താണ്, വഹ്യ് മൂലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വന്തമായിട്ട് ഇയാൾക്ക് ഭയങ്കര തഖ്വയാണ്, ഇയാൾ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇയാൾ അള്ളാഹുവിനോട് അടുത്തതാണെന്ന് പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഈ ക്രിസ്ത്യാനികളുടെ അവരുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ കൾച്ചറിൽ വർഷങ്ങളായിട്ട് പണ്ടേ നോക്കുമ്പം അവരിലുണ്ട് കുറെ വിശുദ്ധന്മാര് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഭയങ്കരമായിട്ട്
അവരെ ഉയർന്ന വലിയ സ്ഥാനങ്ങളിൽ കണ്ട് അവർ ആത്മീയമായിട്ട് ദൈവവുമായിട്ട് അടുത്തവരാണെന്നൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട് പിന്നെ അവരുടെ പേരിൽ സെയിന്റ്, നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, സെയിന്റ് ജോൺ, സെയിന്റ് മൈക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധന്മാര്, സുബ്ഹാനല്ലാഹ്, എന്നിട്ട് അവര് ചില അത്ഭുതങ്ങളൊക്കെ മിറാക്കിൾസ് ഒക്കെ ചെയ്തതായിട്ട് പറയുകയും അങ്ങനെ അത് കാരണം അവരെ വിശുദ്ധന്മാരായിട്ട് ഉയർത്തുകയും ചെയ്യുന്ന രീതി. ഇനി ക്രിസ്ത്യാനിറ്റിന്റെ മുമ്പിൽ ഹിന്ദുയിസത്തിലും ബുദ്ധിസത്തിലും ഒക്കെ ഉണ്ട്. അവരുടെ തന്നെ ആത്മീയ ഗുരുക്കൾ ഉണ്ടാവും, അവരുടെ മതം പഠിപ്പിക്കുന്ന ആളുകൾ. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ആളുകളെ ഓക്കെ, ഇവര് ആത്മീയതയുടെ വലിയ വലിയ ലെവലുകളൊക്കെ തേടി ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ചില അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് ഗുരുവെന്നും അവതാർ എന്നൊക്കെ പേരൊക്കെ കൊടുത്ത് അവരെ ആത്മീയ ശ്രേഷ്ഠരായിട്ട് കണക്കാക്കി. എന്നിട്ട് എന്താണ്, ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അവര് വഴി ശുപാർശ തേടുന്നതും അവര് വഴി ദൈവത്തിനെ ആരാധിക്കുന്നതും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവരെ തന്നെ ദൈവമായിട്ട് ആരാധിക്കുന്നതും ഒക്കെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എവിടെ? ക്രിസ്ത്യാനിറ്റിയിലും ഹിന്ദുയിസത്തിലും ബുദ്ധിസത്തിലും ഒക്കെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരു വലിയ ലിസ്റ്റ് ഓഫ് വിശുദ്ധന്മാരും അതുപോലെ വലിയ ലിസ്റ്റ് ഓഫ് ഗുരുക്കളും ഒക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആളുകൾ അവരെടുത്ത് ദുആ ചെയ്യുന്ന, അവരെടുത്ത് ഇബാദത്ത് ചെയ്യുന്ന ഒരു സിസ്റ്റം അങ്ങനെ 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 ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു അംശം ഇസ്ലാമിലേക്കും കടന്നു വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു വ്യക്തിനെയും അമിതമായിട്ട് പ്രശംസിക്കുന്നതിനെ തടയുന്നുണ്ട്. സ്വന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കാര്യത്തിൽ പോലും പറയുന്നുണ്ട് ഒരു കാര്യം, ലാ തുത്റുനി كما أترت النصارى ابن مريم فإنما أنا عبده فقولوا عبد الله ورسوله. ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്രൈസ്തവർ മറിയമിന്റെ മകനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. നിങ്ങൾ പറയുക അള്ളാഹുവിന്റെ റസൂലും അവന്റെ അടിമയും എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അമിതമായിട്ട് പ്രശംസിക്കുന്നതിനെ തടഞ്ഞിട്ടുണ്ട്. അപ്പം തഖ്വയുള്ളത് ആർക്കാണെന്ന് ആർക്കാ അറിയാ? റബ്ബിന് മാത്രമേ അറിയുള്ളൂ, നമുക്ക് ഊഹിക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്കറിയാം, ഇപ്പം ക്രിസ്ത്യാനികൾ സെയിന്റ്, വിശുദ്ധർ, അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഗുരുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇസ്ലാമില് ഔലിയാക്കളാണ് ഔലിയാക്കളാണ്. എവിടെ തിരിഞ്ഞാലും ഔലിയാക്കളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ വാക്ക് ഔലിയ എന്നുള്ള ഒരു വാക്കിനെ നമുക്കൊന്ന് മനസ്സിലാക്കണം. അറബിയില് സെയിന്റ് അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന് പറയുമ്പോൾ വലിയ, അതിന്റെ പ്ലൂറലാണ് ഔലിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വാക്കിനെ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഖുർആനില് അതെങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. ഔലിയ എന്നുള്ള വാക്കിന്റെ ഒരു ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ വാക്കർത്ഥം എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ് ഫ്രണ്ട്, വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ മിത്രം എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതും മിത്രം എന്ന് പറയുമ്പോൾ നമ്മളെ സംരക്ഷിക്കാനുള്ള, അതായത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുള്ളൂ ഏത് അറ്റം വരെയും പോയിട്ട് നമ്മളെ സഹായിച്ച് നമ്മളെ മറ്റു പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഫ്രണ്ടാണ് വലി എന്നുള്ള വാക്കിന്റെ വാക്കർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിൽ വലിയ ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് ബഖറയിൽ 257 ആയത്ത്, അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അള്ളാഹു വിശ്വസിച്ചവരുടെ രക്ഷകനാണ്. വലിയുല്ലദീന ആമനു, വിശ്വസിച്ചവരുടെ രക്ഷകനാണ്. അവൻ അവരെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. സൂറത്ത് ആൽ ഇംറാനിൽ 68 ആയത്ത്, വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. അള്ളാഹു സത്യവിശ്വാസികളുടെ വലിയാകുന്നു, രക്ഷകനാണ്. പ്രൊട്ടക്റ്റീവ് ഫ്രണ്ടാണ്, പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ടാണ്, വലിയാണ്. സൂറത്ത് ഷൂറയില് 9 ആയത്ത്, ഫല്ലാഹു ഹുവൽ വലി. എന്നാൽ അള്ളാഹു അവൻ തന്നെയാണ് ആര്? വലിയ. സൂറത്ത് ജാസിയ 19 ആയത്ത്, വല്ലാഹു വലിയുൽ മുത്തഖീൻ. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ രക്ഷാകർത്താവാകുന്നു. എന്നാൽ ഈ വലിയ എന്ന് പറയുന്ന വാക്ക് തന്നെ ഖുർആനില് പിശാചിനെ ഉദ്ദേശിച്ചിട്ടും പിശാചിനെ റെഫർ ചെയ്തുകൊണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് നിസായില് 119 ആയത്തില്, വമൻ യത്തഖിദി ശൈത്വാനു വലിയൻ മിൻ ദൂനില്ലാഹി ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന. വല്ലവനും അള്ളാഹുവിനു പുറമെ പിശാചിനെ രക്ഷാധികാരിയായി സ്വീകരിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ പ്രത്യക്ഷമായ നഷ്ടം പറ്റിയവനാകുന്നു. സൂറത്ത് അറാഫില് 27 ആയത്ത്, ഇന്ന ജഅൽന ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. തീർച്ചയായും വിശ്വസിക്കാത്തവർക്ക് പിശാചുക്കളെ നാം മിത്രങ്ങളാക്കി കൊടുത്തിരിക്കുന്നു.
അപ്പം പിശാചിനെയും വലിയ ആക്കിയിട്ട് അല്ലെ, ഔലിയ ആക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ആറാഫിൽ തന്നെ 30-ാമത്തെ ആയത്ത് ഇന്നഹും ഉത്തഖദു ഷയാത്തീന ഔലിയ, അള്ളാഹുവിനെ വിട്ട് പിശാചുക്കളെയാണ് അവർ രക്ഷാധികാരികളാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതേ വലിയ എന്ന് പറയുന്ന വാക്ക് ഒരാളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ് ഒക്കെ ബന്ധു അങ്ങനെ ഉദ്ദേശിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് ഇസ്രായില് 33-ാമത്തെ ആയത്ത് വലാ തഖ്തുലുൻ നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താനൻ ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ ഇന്നഹു കാന മൻസൂറ. അള്ളാഹു ആദരിച്ച മനുഷ്യജീവനെ അന്യായമായി നിങ്ങൾ ഹനിക്കരുത്. ആരെങ്കിലും അന്യായമായി വധിക്കപ്പെട്ടാൽ അവന്റെ അവകാശികൾക്ക് നാം പ്രതിക്രിയയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നു. നമ്മൾ ഖിസാസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താനൻ അല്ലെ. അപ്പം വലിയ എന്ന് പറയുന്നത് അവിടെ അവന്റെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ് അല്ലെ, അവന്റെ അവകാശിയിൽപ്പെട്ട ആളുകളാണ് വലിയ. സൂറത്ത് ആൽ ഇംറാനിൽ 28-ാമത്തെ ആയത്ത് ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ അല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത്. നമ്മളിവിടെ ആദ്യം പറഞ്ഞ പ്രൊട്ടക്റ്റീവ് ഫ്രണ്ട് എന്ന അർത്ഥം വരുന്ന വലിയാണ് അവിടെ. ഓക്കെ, സത്യവിശ്വാസികളെ മാത്രമേ ഒരു വലിയായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള അത്രയും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടാക്കി വെക്കാൻ പാടുള്ളൂ. സൂറത്ത് നിസായില് 139 അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയ, സത്യവിശ്വാസികളെ വിട്ട് സത്യനിഷേധികളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്നവരാണ് അവർ. ഇതൊക്കെ ഔലിയ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ വലിയ എന്നുള്ള വാക്കിന്റെ വിവിധ അർത്ഥത്തിലുള്ള യൂസേജുകളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഖുർആനിലെ പല അർത്ഥങ്ങളിലും ഈ വാക്ക് വന്നിട്ടുണ്ട്. അതേപോലെ സൂറത്ത് നിസായില് 143 ലാ തത്തഖിദുൽ കാഫിരീന ഔലിയ, നിങ്ങൾ സത്യവിശ്വാസികളല്ലാതെ ഉത്തമ മിത്രങ്ങളായിട്ട് സ്വീകരിക്കരുത്. സൂറത്ത് മാഇദയിൽ 51 യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയ ബഅദുഹും ഔലിയാഉ ബഅദ്, സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്, അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. ഓക്കെ, അപ്പം ഈ രീതിയിൽ വലിയ എന്ന് പറയുന്ന വാക്കിന് പല രീതിയിലുള്ള അർത്ഥങ്ങളിൽ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കൺസേൺ എന്ന് പറയുന്നത് ഔലിയ അള്ളാഹ് അല്ലെ, അള്ളാഹുവിന്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം നമ്മളൊക്കെ നാടുകളിൽ കാണുന്ന. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആനിൽ ഈ അർത്ഥത്തില് ഉപയോഗിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് അള്ളാഹുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ വലി എന്നുള്ള പ്രയോഗത്തിന് നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാം. സൂറത്ത് അൻഫാലില് പറയുന്നുണ്ട് വമാ ലഹും അല്ലാ യുഅദ്ദിബഹുമുല്ലാഹു വഹും യസുദ്ദൂന അനിൽ മസ്ജിദിൽ ഹറാമി വമാ കാനൂ ഔലിയാഅഹു ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂന വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്ത് അർഹതയാണുള്ളത്, അവരാകട്ടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആളുകളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരാണെങ്കിൽ അതിന്റെ രക്ഷാധികാരികൾ അല്ല താനും. ഓക്കെ, അവിടെ ഔലിയ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെ? മസ്ജിദുൽ ഹറമിന്റെ. ഭയഭക്തിയുള്ളവരല്ലാതെ അതിന്റെ രക്ഷാധികാരികൾ ആകുന്നില്ല. അപ്പൊ ആരാണ് രക്ഷാധികാരികളാവുന്നത്, ആരാണ് ഔലിയാക്കളാവുന്നത്? മുത്തഖൂൻ. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. സുബ്ഹാനല്ലാഹ്. സൂറത്ത് യൂനുസില് 62-63 ആയത്ത് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തീർച്ചയായും അള്ളാഹുവിന്റെ മിത്രങ്ങൾ ആരോ അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയ എന്ന് പറയുന്നത് ആരാണ്? വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ ലക്ഷണം എന്താണ്? അവർക്ക് ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട കാര്യമില്ല. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പം ഇതാണ് ഔലിയ അള്ളാഹ് എന്ന് പറയുന്നത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഈ വലായ അല്ലെ, ഔലിയ, അള്ളാഹുവിന്റെ ഔലിയ ആവാനുള്ള, അള്ളാഹുമായിട്ടുള്ള ക്ലോസ് ഫ്രണ്ട് ആവാനുള്ള ലക്ഷണം അല്ലെങ്കിൽ ആ കാര്യം എന്താണ്? ഈമാനും തഖ്വയാണ് അല്ലെ, വിശ്വാസവും
ഭയഭക്തിയും. ഈമാനും തഖ്വയും. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക. ആ കാര്യത്തിൽ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിന് പരിപൂർണമായിട്ട് കീഴൊതുങ്ങുക. അതിന് ഈമാന്റെ അടിസ്ഥാനം നിർബന്ധമാണ്. ഈമാൻ എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അത്രത്തോളം നമ്മൾക്ക് തഖ്വ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ പറഞ്ഞ അള്ളാഹുവിന്റെ ഔലിയ ആവാനുള്ള ഈ കണ്ടീഷൻസ് എല്ലാ യഥാർത്ഥമായിട്ടുള്ള എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്, അല്ലെ? ഈമാനും തഖ്വയും അത് ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ച് അത് അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഔലിയ അള്ളാഹുവിന്റെ ഔലിയ ആവാൻ നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും പറ്റും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലെ? അള്ളാഹ് ആകെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ഈമാനും തഖ്വയും. അത് അള്ളാഹു നമ്മളിൽ നിന്നൊന്നും തടഞ്ഞിട്ടുമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല സഹായിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലെ? നമുക്ക് അതിന്റെ മേലെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. അത് രണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കാം, ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം, പഠിച്ചുകൊണ്ടേയിരിക്കാം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കാം. നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പറ്റും എന്താവാൻ? ഔലിയ അള്ളാഹുവിന്റെ ഔലിയ ആവാൻ, അല്ലെ? അള്ളാഹുവിന്റെ വലിയ ആവാൻ. സുബ്ഹാനല്ലാഹ്. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രത്യേക അത്ഭുതങ്ങൾ പ്രവർത്തിക്കലൊന്നും അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ വലിയ ആവാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷനായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അറിവില്ലാത്ത കുറെ ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇവിടെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം വരുന്നത്. ഇത്രയും നേരം പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ്. നമുക്കും അള്ളാഹുവിന്റെ ഔലിയ ആവാം. എന്താണ് തഖ്വ, എങ്ങനെയാണ് വലിയാവുന്നത്, വലിയന്റെ അർത്ഥം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. കാരണം കുറേ അറിവില്ലാത്ത സമൂഹം ഉണ്ടല്ലേ നമ്മുടെ ചുറ്റുപാടും. അവര് വലായത്തിന് അല്ലെങ്കിൽ വിശുദ്ധിയായിട്ട് അവര് കണക്കാക്കുന്നത് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ചെയ്യാന്നുള്ളതാണ്. കറാമത്ത് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന. സുബ്ഹാനല്ലാഹ്, കറാമത്ത് എന്ന് പറയുന്ന വാക്ക് ഒരു അന്ധവിശ്വാസമൊന്നും അല്ല കേട്ടോ. കറാമത്തിനും ചില അടിസ്ഥാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ സ്കോപ്പിൽ പെട്ട കാര്യമല്ല, നമുക്ക് അതിലേക്ക് പോകണ്ട. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ചില കറാമത്ത് കാണിച്ച ആളുകൾ മാത്രമാണ് അള്ളാഹുവിന്റെ ഔലിയ. അതായത് കറാമത്ത് എന്ന് പറയുമ്പോൾ മുഅ്ജിസത്ത്, നബിമാര് പ്രവാചകന്മാര് കാണിക്കുന്ന അത്ഭുതങ്ങളെ നമ്മളെ മുഅ്ജിസത്ത് എന്ന് വിളിക്കും. സാധാരണ മനുഷ്യന്മാർ അല്ലെങ്കിൽ നബിയല്ലാതെ അല്ലെങ്കിൽ പ്രവാചകന്മാരല്ലാത്ത മനുഷ്യന്മാര് കാണിക്കുന്നതിന് കറാമത്ത് എന്ന് വിളിക്കും. അപ്പം ഈ അറിവില്ലാത്ത ആളുകള് സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ് വലായത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ ഔലിയ ആവാനുള്ള ക്രൈറ്റീരിയ, കണ്ടീഷൻസ് എന്ന് പറഞ്ഞത് അറിയാത്ത ആളുകൾ ഇതുപോലെ പല കറാമത്തുകളും ചെയ്യുന്ന ആളുകളാണ്. അവര് മാത്രമാണ് ഔലിയാക്കൾ എന്ന് വിശ്വസിച്ചു. അവര് ഇത്തരത്തില് കറാമത്തുകൾ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസവും അവരുടെ തഖ്വയും ഒന്നും ഇമ്പോർട്ടന്റേ അല്ല എന്ന് അവര് മനസ്സിലാക്കി. സുബ്ഹാനല്ലാഹ്. അതായത് അള്ളാഹുവിന്റെ ഔലിയ ആവാൻ ഈമാനും തഖ്വയും വേണം എന്നുള്ള കാര്യം പോലും അവർക്ക് അറിയൂലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കുറച്ച് അത്ഭുതങ്ങളൊക്കെ കാണിച്ച എല്ലാവരും അവരുടെ കണ്ണില് ഔലിയാക്കളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അവര് വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞു പുകഴ്ത്തിയ പലരും സുബ്ഹാനല്ലാഹ് പല അവിശ്വാസപരമായ പ്രവർത്തനങ്ങളും ആചാരങ്ങളും ചെയ്യുന്നവരായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ കഴിഞ്ഞ കുറെ മൊഡ്യൂളുകളിൽ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പല തിന്മകളിലും ഏർപ്പെടുന്ന ആളുകളാണ് പലപ്പോഴും ഈ ഔലിയാക്കന്മാരാവാറുള്ളത്. കാരണം അവർ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന്റെ പിന്നിൽ അല്ലെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത തൃപ്തികരമല്ലാത്ത പല കാര്യങ്ങളും നടക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി വേറെ ചില ഔലിയാക്കള് സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ മനുഷ്യന്മാരുടെ പേരിലും ബാധകമാക്കിയിട്ടുള്ള അമലുകൾ, അല്ലെ? നിർബന്ധ ഇബാദത്തുകൾ, നമസ്കാരം, നോമ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്ന് പറഞ്ഞ് അതിനൊക്കെ ഒഴിവാക്കി ജീവിക്കുന്ന ആളുകളായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി വേറെ ചില ആൾക്കാർ വളരെ മോശപ്പെട്ട തന്നിഷ്ടത്തോടു കൂടി ജീവിക്കുന്ന അങ്ങേയറ്റം വൾഗറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർനടപ്പുള്ള ആളുകളുമായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള പല ആൾക്കാരെയും ഔലിയാക്കളായിട്ട് കാണാറുണ്ട്. അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നൊന്നുമില്ല, അല്ലെ? എല്ലാവരിലും ഉണ്ട് ഈ പറഞ്ഞ ഔലിയാക്കൾ. സുബ്ഹാനല്ലാഹ്. കാരണം അവർക്ക് ഈ ഔലിയ ആവാന്നുള്ളതിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മുസ്ലിമിന്റെ കാര്യത്തിൽ ഔലിയ ആവാന്നുള്ളതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈമാനും തഖ്വയും ആണെന്നും അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. മേ ബി ചിലര് ഈ കൂട്ടത്തിൽ അവർ ഔലിയ ആക്കി കണ്ട ചിലര് ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളായിരിക്കാം, അള്ളാഹുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെ? കാരണം നമുക്കറിയാം ഔലിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഈമാനും തഖ്വയും എത്രത്തോളം നമ്മൾ കൂടുതലാക്കുന്നു അത്രത്തോളം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പം ചില ഔലിയാക്കൾ ഇതിൽപ്പെട്ട അള്ളാഹുവിന്റെ ശരിയായ ഔലിയാക്കളായിരിക്കാം. അപ്പം അബ്ദുൽ ഖാദിർ ജീലാനിനെ പോലെയുള്ള ആളുകൾ സുബ്ഹാനല്ലാഹ് അള്ളാഹ്ക്കേ അറിയുള്ളൂ, എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വിശുദ്ധമായ ഒരു ജീവിതമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആളുകൾ ഫോളോ ചെയ്ത് ഔലിയായിട്ട് കണ്ട് ആരാധിക്കുന്നതിന് അദ്ദേഹം തെറ്റുകാരനല്ലല്ലോ. സുബ്ഹാനല്ലാഹ്.
അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരത്തിൽ ഒരു കറാമത്ത് ചെയ്യാന്നുള്ളത് ഒരിക്കലും അള്ളാഹുവിന്റെ വലിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് നിശ്ചയിച്ചിട്ടില്ല. അപ്പം എല്ലാ വിശ്വാസികളും ഈമാനും തഖ്വയുമുള്ള എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയുമാണ്. അള്ളാഹു അവരുടെ വലിയുമാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, സൂറത്ത് ബഖറയിൽ 257 അള്ളാഹു വലിയുല്ലദീന ആമനു, വിശ്വസിച്ചവരുടെ രക്ഷാധികാരിയാകുന്നു അള്ളാഹു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഏതെങ്കിലും പ്രത്യേക ആളുകളെ അവൻ അള്ളാഹുവിന്റെ ഔലിയാണ്, വേറെ ചിലര് അള്ളാഹുവിന്റെ ഔലിയ അല്ല എന്നൊന്നും പറയാൻ നമുക്ക് പറ്റൂല. കാരണം ഈമാനും തഖ്വയും എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിലുള്ള കാര്യമാണ്, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. പക്ഷെ നമുക്ക് സ്വയം ശ്രമിക്കാം അല്ലെ, അള്ളാഹുവിനോട് കൂടുതൽ ക്ലോസ് ആവാൻ, അള്ളാഹു വലിയ ആവാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ വലിയ ആവാൻ വേണ്ടിയിട്ട് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം. നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ വലിയ ആകാം. വിശ്വാസികളാണ് അല്ലെ, വിശ്വസിച്ചവരുടെ രക്ഷാധികാരിയാണ് അള്ളാഹു. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സുബ്ഹാനല്ലാഹ്, ഇത്രയും ക്ലിയർ ആയിട്ട് ഇസ്ലാം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുസ്ലിങ്ങളിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല രീതികളിൽ ഇത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൂഫി സർക്കിളിലെല്ലാം സുബ്ഹാനല്ലാഹ് അവർക്കിങ്ങനെ ഒരു ഓർഡർ തന്നെയുണ്ട്. ഓക്കെ, ഓരോ ലെവലുകളുണ്ട്. അതിനകത്ത് ഒരു ലെവൽ എന്ന് പറയുന്നത് അഖ്യാർ, അത് 300 ഏകദേശം 10-300 പേരുണ്ടാവും. അതിന്റെ മേലുള്ള ലെവല് അബ്ദൽ, അതൊരു 10-40 പേരുണ്ടാവും. അതിന്റെ മേലെ അബ്റാർ 7 പേര്, അതിന്റെ മേലെ ഔത്താദ് 4 പേര്, അതിന്റെ മേലെ ലുഖാബ 3 പേര്, അതിന്റെ മേലെ ഖുതുബ്, അതിന്റെ മേലെ ഹൗസ്, ഹൗസ് എന്ന് പറയും. ഹൗസാണ് ഏറ്റവും ടോപ്പ്. അപ്പം ഇവരൊക്കെ അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിൽ അവര് തന്നെ ഇങ്ങനെ ഗ്രേഡ് ഒക്കെ കൊടുത്ത് ലെവലാക്കി വെച്ചിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഈ ഏറ്റവും മേലെയുള്ള ആള് എന്ന് പറയുന്നത് ഹൗസ്, കുത്തുബ് എന്നൊക്കെ പറയുന്ന പോലത്തെ ആളുകള്, അവർക്ക് മനുഷ്യന്മാരുടെ തിന്മയുടെ ഒരു ഷെയർ പോലും അവരുടെ തോളിലേറ്റാൻ പറ്റും എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ദീനിലെ നമ്മളുടെ തിന്മ നമുക്കാണ്, നമ്മളാണ് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇവരുടെ ഈ ഒരു വിശുദ്ധത്തിന്റെ പീക്ക് കൊണ്ട് അവരിങ്ങനെ ലെവൽ അള്ളാഹുമായിട്ട് കൂടുതൽ അടുത്തവരായതുകൊണ്ട് മനുഷ്യന്മാരുടെ തിന്മയുടെ ഒരു ഷെയർ പോലും അവരുടെ തോളിൽ ഏൽക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഇനി അവരിൽ ചിലര് സുബ്ഹാനല്ലാഹ് മക്കയിൽ എപ്പോഴും നമസ്കാരത്തിന്റെ സമയങ്ങളിൽ അവർ പ്രസന്റ് ആയിരിക്കുന്നു. മാത്രമല്ല ഇതിൽ ടോപ്പിൽ ഇരിക്കുന്ന ആള്, ഹൗസ് ആയിട്ടുള്ള ആള്, അയാൾ മരിച്ചു കഴിഞ്ഞാൽ താഴെ നിന്ന് ഒരാൾ മേലോട്ട് പോകും, ഖുത്തുബിൽ നിന്ന് ഒരാൾ മേലോട്ട് പോകും. അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും പ്യുവർ ആയിട്ടുള്ള, ഏറ്റവും ഈമാനും തഖ്വയുള്ള ആള് അടുത്തടുത്ത ലെവലിലേക്ക് പോകും. അങ്ങനെ മനുഷ്യന്മാര് തന്നെ ഓരോ ലെവലുകളായിട്ട് അങ്ങ് തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവർ അള്ളാഹുവിന്റെ ഇങ്ങനെ ഇത്ര ക്ലോസ് ആണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും ടോപ്പ് ക്ലാസ് ഔലിയാണ്, പിന്നെ അടുത്തത് അടുത്ത ലെവൽ ഔലിയാണ് എന്നൊക്കെ പറഞ്ഞ. സുബ്ഹാനല്ലാഹ്. ഇതുപോലെയുള്ള വിശ്വാസങ്ങളൊക്കെ ക്രിസ്ത്യാനിറ്റിയുടെ വിശുദ്ധത്വത്തിൽ നിന്നും ഒക്കെ കടമെടുത്തിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ മുമ്പ് ഈ ദിക്ർ, എന്താണ് തസ്ബീഹ് മാലന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയുന്നു ക്രിസ്ത്യാനികളുടെ കൊന്തമാലയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുപോലെ മൗലൂദ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ആഘോഷിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്ന്. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ പല സംസ്കാരങ്ങളിൽ നിന്നും കൾച്ചറുകളിൽ നിന്നും ഒക്കെ മിക്സായി അതിന്റെ ചെറിയ രൂപഭേദങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതുപോലെ ഈ ഔലിയ ആരാധന മറ്റ് വിശ്വാസങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി വിശ്വാസങ്ങളിൽ നിന്ന്, അവരുടെ വിശുദ്ധന്മാരുടെ ആരാധനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇസ്ലാമിൽ അതിന് യാതൊരു ബേസുമില്ല. എല്ലാ വിശ്വാസികളും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. വിശ്വാസവും തഖ്വയുമാണ് ഔലിയ ആവാനുള്ളതിന്റെ കണ്ടീഷൻസ്. അത് നമുക്ക് ഓരോരുത്തർക്കും അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോരുത്തർക്കും അത് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കാവുന്നതേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അള്ളാഹുവിന്റെ ഔലിയാക്കളാക്കി മാറ്റട്ടെ. അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ളവർ, അള്ളാഹു എന്താണ് നമ്മുടെ വലിയ, നമ്മൾ അള്ളാഹുവിന്റെ വലിയ, അതായത് അള്ളാഹുവിന്റെ ക്ലോസ് ഫ്രണ്ട് ആവാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ശ്രമങ്ങളെല്ലാം അള്ളാഹു സ്വാലിഹായ അമലുകളായിട്ട് സ്വീകരിക്കട്ടെ. ഈ ഒരു കാര്യത്തിൽ കൂടുതൽ 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 പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കാനും ഇസ്തിഖാമത്ത് മരണം വരെയും അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ എൽമ നേടലും അല്ലെ, അമലിൽ കൊണ്ടുവരലും മറ്റുള്ളവരിലേക്ക് എത്തിക്കലും ഒക്കെ വളരെയധികം ആത്മാർത്ഥതയോടെ കൂടി അല്ലാതെ ചെയ്തുകൊണ്ടിരിക്കാനും, അങ്ങനെ ഏറ്റവും തൃപ്തി, അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള അടിമകളായിക്കൊണ്ട് മരിക്കാനുമുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും വരുന്ന തലമുറകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها
اللهم إني أعوذ بك أن أشرك بك وأنا أعلم واستغفرك لما لا أعلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.